വിദ്യാർത്ഥിനിയായ മകളെ സ്വകാര്യ ബസ് ജീവനക്കാർ യാത്രാക്കൂലിയുടെ പേരിൽ ആക്ഷേപിക്കുന്നതായി ജില്ലാ കളക്ടർക്ക് തുറന്ന കത്തെഴുതി പ്രശസ്ത തിരക്കഥാകൃത്ത് PS റഫീഖിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ബസ് കൺസെഷൻ്റെ പേരിൽ തൻ്റെ മകളടക്കമുള്ള വിദ്യാർത്ഥിനികളെ സ്വകാര്യ ബസ് ജീവനക്കാർ നിരന്തരം ആക്ഷേപിക്കുന്നതായും അപമാനിക്കുന്നതായും ബസ്സിൽ നിന്ന് ഇറക്കിവിടുന്നതായും പ്രശസ്ത തിരക്കഥാകൃത്തും ചെറുകഥാകൃത്തുമായ PS റഫീഖ് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യക്ക് ഫേസ്ബുക്കിലൂടെ തുറന്ന കത്തെഴുതിയിരിക്കുന്നു. മലയാളത്തിലെ പ്രഗത്ഭ ചിത്രങ്ങളായ നായകൻ, ആമേൻ, ഉട്ടോപ്യയിലെ രാജാവ്, തൃശ്ശിവപേരൂർ ക്ലിപ്തം, തൊട്ടപ്പൻ, മലൈക്കോട്ടെ വാലിബൻ തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാകൃത്താണ് PS റഫീഖ്. തൃശ്ശൂരിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന മകളുടെ യാത്രാക്ലേശമാണ് റഫീഖ് അർജുൻ പാണ്ഡ്യയോട് പങ്കുവച്ചിരിക്കുന്നത്. കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ അറിയുന്നതിന് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ സങ്കടഹർജി. സാർ, എൻ്റെ മകൾ 90% മാർക്കോടെ +2 വിജയിക്കുകയും അവൾക്ക് തൃശ്ശൂരിലെ ഒരു പ്രമുഖ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത്. ഭാരിച്ച ഫീസിലുപരി ഹോസ്റ്റലിൽ നിർത്താനുള്ള സാമ്പത്തിക പിൻബലം തൽക്കാലമില്ലാത്തതിനാൽ ദിവസവും പോയി വരാതെ നിവൃത്തിയില്ലാതായിരിക്കുന്നു. രാവിലെ 8:45 കോളേജിലെത്തേണ്ടതിനാൽ 6 മണിയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരിലെത്തി 7 മണിയോടെയുള്ള ബസ് പിടിക്കണം. ഇനി പ്രശ്നത്തിലേക്ക് ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. എൻ്റെ മകളടക്കമുള്ള നിരവധി വിദ്യാർത്ഥികൾ ബസ്സു ജീവനക്കാരാൽ അപമാനിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 1 രൂപയാണല്ലോ. എന്നാൽ 2 മുതൽ 5 രൂപ വരെ എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്നതിനാൽ എൻ്റെ മകളടക്കമുള്ള കുട്ടികൾ 10 രൂപ നൽകേണ്ടി വരുന്നുണ്ട്. അത് കൊടുക്കുന്നതിൽ വൈമനസ്യം കാണിക്കാറില്ല, കാണിച്ചിട്ട് കാര്യവുമില്ല. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ കുട്ടികൾക്ക് കൺസെഷൻ ഇല്ല എന്ന അലിഖിത നിയമം നിലനിൽക്കുന്നതിനാൽ ലോക്കൽ ബസ്സുകളെയാണ് ഈ കുട്ടികൾ ആശ്രയിക്കാറ്. പുതിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ 10 രൂപയ്ക്ക് തൃശ്ശൂർ വരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന നിരന്തര ഭീഷണി ഈ കുഞ്ഞുങ്ങൾ നേരിടുകയാണ്. മാന്യരായ ബസ് ജീവനക്കാർ ഉണ്ടെന്നിരിക്കെ ബസ്സുകളിൽ കുറേ എണ്ണത്തിലെങ്കിലും ഗുണ്ടകളുടെ ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റു യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക, ബസ്സിൽ നിന്ന് ഇറക്കിവിടുക, അസഭ്യം പറയുക തുടങ്ങി നിരവധി പീഡനങ്ങൾ എൻ്റെ മകളടക്കമുള്ള കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട്. മുഴുവൻ ചാർജോ അതിൽ പകുതിയോ ദിവസവും കൊടുത്തു പോയി വരാൻ നിവൃത്തിയുള്ള കുട്ടികളല്ല എൻ്റെ മകളടക്കമുള്ള പല കുട്ടികളുമെന്ന് അന്വേഷണത്തിൽ താങ്കൾക്ക് ബോധ്യപ്പെടുന്നതാണ്. മാന്യമായ വിദ്യാഭ്യാസം നേടാൻ ധനികനും ദരിദ്രനും ഒരുപോലെ അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നതിയിലെത്തിയ താങ്കൾക്ക് ഒരു പിതാവിൻ്റെ സംഘർഷം, ഒരു വിദ്യാർത്ഥിയുടെ വേദനയും പൂർണ്ണമായി മനസ്സിലാകുമെന്ന് വിശ്വാസമുണ്ട്. ഈ വിഷയത്തിൽ നീതിപൂർവമായി ഇടപെട്ട് ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സ്നേഹബഹുമാനങ്ങളോടെ PS റഫീഖ്. ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷ. 1 രൂപ മാത്രം നൽകി യാത്ര ചെയ്യാവുന്ന ചെറിയ ദൂരങ്ങളിൽ പോലും 2ഉം 5ഉം രൂപയാണ് ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്. ഇത് നൽകാതെ തർക്കിക്കാൻ നിന്നാൽ കുട്ടികളെ മറ്റു യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ഇറക്കി വിടുകയുമൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഷണ്ഡീകരിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ആരുമില്ല എന്ന അഹങ്കാരമാണ് ബസ് ജീവനക്കാർക്ക്.